ഞാൻ സർജറി ICUവിൽ ട്രെയിനി ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഒരു മകനെ അച്ഛനും അമ്മയും കൂടി ചേർന്ന് കൊണ്ടുവരുന്ന ഒരു സീനാണ്. അപ്പം നമുക്കറിയാം നമ്മൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ സൗകര്യങ്ങളൊക്കെ ഒരുപാടുണ്ടെങ്കിലും അവിടെ വരുന്ന രോഗികളുടെ എണ്ണത്തിനനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകാറില്ല. അപ്പോൾ സർജിക്കൽ ICUവിനകത്ത് നമുക്ക് ഒരു പരിമിതമായിട്ടുള്ള ബെഡ് സൗകര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഈ അച്ഛനും അമ്മയും മകനെ ഈ ICUവിലേക്ക് കൊണ്ടുവരുന്നു, ബെഡ് ചോദിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ബെഡ് കൊടുക്കാനുള്ള സൗകര്യം അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. നമ്മൾ സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിലൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്തു, എവിടെയെങ്കിലും ബെഡ് അവൈലബിൾ ആണെന്ന്. അപ്പോൾ 1-2 സ്വകാര്യ ആശുപത്രിയിൽ ബെഡ് ഉണ്ട്, അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു വാർത്ത നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു 25 വയസ്സ്, നമ്മുടെയൊക്കെ ഒരു പ്രായം, ആ ഒരു സമയത്തുള്ള പ്രായമായിരുന്നു ആ കുട്ടിക്ക്. അപ്പോൾ നല്ല ഹെഡ് ഇഞ്ചുറി ആയിരുന്നു. ICU സേവനം എന്തായാലും അയാൾക്ക് വേണം, അത് വെന്റിലേറ്റർ സൗകര്യങ്ങളും അയാൾക്ക് വേണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ജീവൻ നഷ്ടമാകും എന്നുള്ളതാണ്. പക്ഷേ ഈ അച്ഛനോടും അമ്മയോടും നമ്മൾ പറയുകയാണ്, അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയാൽ ചിലപ്പോൾ മകനെ സേവ് ചെയ്യാനായിട്ട് പറ്റും എന്ന് പറയുമ്പോൾ സ്വന്തം മകൻ്റെ ജീവനായിട്ട് പോലും അവർ പറഞ്ഞ് ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള ത്രാണിയില്ല എന്നവർ പറയുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ട്രോളിയിൽ കിടക്കുന്നു ആ ഒരു പയ്യൻ. അച്ഛനും അമ്മയും നിസ്സഹായരായിട്ട് 2 സൈഡിലായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ തന്നെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ആ കുട്ടിയുടെ അവസ്ഥ മാറുകയാണ്. അപ്പോൾ കൊണ്ടുപോകുന്നില്ല. പിന്നെയും ഞങ്ങളൊരു അരമണിക്കൂറോളം ഇവരെ കൗൺസിൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്, എങ്ങനെയെങ്കിലും കൊണ്ടുപോകും, നമുക്ക് പിന്നീട് കടം വാങ്ങിയിട്ടാണെങ്കിലും നമുക്ക് എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കാമല്ലോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് വീടില്ല, അങ്ങനെ കുറേയേറെ ബുദ്ധിമുട്ടുകൾ അവർ പറയുന്നു, കരഞ്ഞുകൊണ്ട് പറയുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ നില വളരെ മോശമായി. അതിനുശേഷം ഞങ്ങൾ കുട്ടിയെ സൈഡ് റൂമിലേക്ക് കയറ്റുന്നു, കാരണം ICUവിൽ ബെഡില്ല. സൈഡ് റൂമിലേക്ക് കയറുന്നു, അതിനിടയ്ക്ക് ഹൃദയാഘാതം വരുന്നു കുട്ടിക്ക്. ഞാനും എൻ്റെ ഹൗസ് സർജൻ ആയിട്ടുള്ള ആൾക്കാരും PG ചേട്ടന്മാരും കൂടി എല്ലാവരും കൂടി ചേർന്ന് കണ്ടിന്യൂസ് ആയിട്ട് CPR കൊടുക്കുന്നുണ്ട്. ഒരു 45 മിനിറ്റോളം നമ്മൾ ഈ ഒരു റെസിസ്റ്റേഷൻ ചെയ്തെങ്കിലും നമുക്ക് ആ കുട്ടിയെ നഷ്ടമാവുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മളൊരു ഡോക്ടറാണ്, നമ്മൾ കുറേയേറെ കാര്യങ്ങൾ പഠിച്ചു, ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കണം എന്നുള്ളത് എനിക്ക് തോന്നുന്നു അവിടെയുള്ള എല്ലാ ഡോക്ടർമാരും ആഗ്രഹിച്ച ഒരു കാര്യമാണ്. പക്ഷേ അവരുടെ കഴിവിനും അവരുടെ അറിവിനും അവരുടെ അതോറിറ്റിക്കും ഒക്കെ അപ്പുറത്തേക്ക് കുറേയേറെ പരിമിതികൾ അവരുടെ ജോലി സാറ്റിസ്ഫൈഡ് ആക്കുന്നതിന് അവർക്കുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെയാണ് ശരിക്കും ഇത്രയും ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഒരു പക്ഷേ ഇങ്ങനെ ജോലി ചെയ്താൽ നാളെയും ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഈ ജോലിയിൽ എന്നെ നിരാശപ്പെടുത്തില്ലേ എന്നുള്ള ഒരു ചോദ്യം വരികയും പിന്നീടാണ് ആ ചോദ്യത്തിൽ നിന്നൊക്കെയാണ് പയ്യെ സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു ആഗ്രഹത്തിലേക്ക് മാറുന്നത്.